നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ രേണുസുതി ലണ്ടനിലേക്ക് പോവുക? അറിഞ്ഞില്ലേ? എന്നാലും ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ചുമ്മാ ഒന്നും പറയുമല്ല, കണ്ടു നോക്കൂ. അല്ലേ യു കെയിലൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരിതാ. ഞാൻ ഏപ്രിൽ യു കെയിൽ പോവാ. എല്ലാം ശരിയായി, പോസ്റ്റ് വരെ ആയി. ഇനിയിപ്പോ കൊളാബിടാൻ ഇനി ആ സമയമാകുമ്പോഴത്തേന് കൊളാബിട് പ്രോഗ്രാമിന് പോകും. ലണ്ടൻ ലണ്ടൻ ബ്രിഡ്ജിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. പാവത്തിന്റെ ഒരു ആഗ്രഹമല്ലേ ലണ്ടൻ ബ്രിഡ്ജിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കണം. നടക്കട്ടെ നടക്കട്ടെ. നമുക്ക് അവർ വളരുന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് എൻ്റെ കാര്യം പറയുക, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു തുടക്കത്തിലൊക്കെ. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോഴുള്ള ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെയാണ്. ഒരു മോനുണ്ട് ഋതപ്പൻ, ആ കൊച്ചിനെ നോക്കുന്നുമില്ല, കാണുന്നുമില്ല. അതിന് അമ്മയുടെ ഒരു സ്നേഹം കിട്ടുമോ? ഒന്നും ചെയ്യുന്നില്ല. അതിനൊരു ഫോണും കൊടുത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുത്തിയേക്കും. അത് ആ ഫോണും കൊണ്ട് അങ്ങനെ പോകും. പിന്നെ ഇപ്പോൾ പോയത് ദുബായിൽ എവിടെ പോയിട്ട് ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് അല്ല, ബാറിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തി. അവിടെ ബാർ ഡാൻസ് ഒക്കെ ചെയ്തു. അത് കാണണ്ടേ? കണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും എൻ്റെ വീഡിയോയിലും കൂടെ നിങ്ങളും കൂടെ ഒന്ന് കാണുന്നേ. ഇതാ ബാർ ഡാൻസ് ചെയ്യാൻ പോയതാണ്. പക്ഷെ അവിടെ ഉദ്ഘാടനത്തിന് ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അയ്യോ, കഷ്ടമായല്ലോ. എന്നെ കൂടെ വിളിച്ചെങ്കിൽ ഞാൻ പോയേനെ. അങ്ങനെയെങ്കിലും അവർ കുറച്ച് ആളിനെ കിട്ടിയാൽ ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി നിർത്തിയാണ്. ഈ ഓൺലൈൻ വീഡിയോക്കാരൊക്കെ വരുമ്പോഴത്തേനും ചെമ്പരത്തി എന്നുള്ള റെസ്റ്റോറന്റ് പേരായതുകൊണ്ടായിരിക്കും ചെമ്പരത്തി പൂവൊക്കെ കൈ പിടിച്ചോണ്ടുള്ള ഡാൻസ് അല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് വെക്കേണ്ട സമയമൊക്കെ നേരത്തെ ആയിരുന്നു. സമയം കഴിഞ്ഞു പോയി. ഈ ബാറിലുണ്ടായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം എന്തായാലും അവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം കിട്ടി. രേണുസുതി കാരണം ഈ ആൾക്കാർക്കെല്ലാം വൈറലാവാൻ പറ്റി. ഡാൻസ് മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി പാട്ടും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അതൊക്കെ പോട്ടെ. ഇനി അടുത്തത്, ഇവര് പോയിട്ട് കള്ളിഷാപ്പിൽ പോയിട്ട് കല്ലൊക്കെ കാണിച്ചിട്ട് ഷൂട്ടൊക്കെ ചെയ്തില്ലേ? അതിന്റെ പേരിൽ വലിയ കേസായിട്ടുണ്ട്. കേസ് കൊടുത്ത ആളിനെ കണ്ടേ? കേസ് കൊടുത്ത ആള് ഇദ്ദേഹമാണ്. ഇദ്ദേഹം കേസ് കൊടുത്തു. ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഇങ്ങനെ ഫൈൻ അടയ്ക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വേറെ ഉള്ളവരും വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്, എന്നിട്ട് ആർക്കും ഒന്നും ഫൈനൊന്നും വന്നില്ല, എനിക്ക് മാത്രം ഫൈൻ വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കൊണ്ടുപോയി അയാൾ കൊണ്ടുപോയി കേസ് കൊടുത്ത് ഇപ്പൊ രേണുസുതിക്കും ഫൈനൊക്കെ അടയ്ക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കള്ള് ഷാപ്പിൽ കിടന്ന് ചാടുന്ന ഒരു വീഡിയോ. ഞാൻ മ്യൂസിക് വെക്കുന്നില്ലേ? എന്താ അല്ലേ? ഇവർക്ക് മാന്യമര്യാദയായിട്ട് ജീവിച്ചൂടെ? വല്ല വീഡിയോസ് ഇടുക, അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല വ്യൂസ് അവർക്ക് കിട്ടും. അപ്പോൾ അവർക്ക് ഒരു വരുമാനം കിട്ടും. അങ്ങനെ അവർക്ക് ജീവിക്കാം. മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പൈസയുടെ വില നല്ലതുപോലെ അറിഞ്ഞു. പൈസയുടെ വില എല്ലാവർക്കും അറിയാം. അവർ നല്ലതുപോലെ അറിഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. പൈസയില്ല, ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ നോർമലായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നോർമൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് അവർക്ക് കിട്ടും, നല്ല പൈസ അവർക്ക് കിട്ടും. അങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരോ? എന്തിനാണ് ഈ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ട് ജീവിക്കുന്ന, പൈസ ഉണ്ടാക്കുന്നത്? അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്തോ ബലം? അവർക്ക് ഒരു ദിവസം നമ്മൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവുമോ? അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് അവരുടെ മോനെയും മക്കളെയും, അതായത് മറ്റേ വലിയ മൂത്ത മോനുണ്ടല്ലോ കിച്ചു, അവനെയും ഈ ഋതപ്പനെയൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ, പിന്നെ അവരുടെ ഡേ മൈ ലൈഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഏറ്റവും ആൾക്കാർ എന്തോരം പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി അവർക്ക് ജീവിച്ചൂടെ? ഈ രീതിയിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കാതെ അല്ലേ? എല്ലാവരും കാണുകയും ചെയ്യും, അവർക്ക് പൈസയും കിട്ടും. നാട്ടുകാരുടെ കയ്യിൽ നിന്നും അവർക്ക് അങ്ങനെ ആരും അവരെ ഒന്നും പറയത്തുമില്ല. അങ്ങനെയൊക്കെ അവർക്ക് ജീവിച്ചൂടെ? ഈ രീതിയിലൊന്നും ജീവിക്കാതെ ഇങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ടല്ലേ എല്ലാവരും ഓരോന്ന് പറയുന്നത്, നാട്ടുകാരായാലും വീട്ടുകാരായാലും. പിന്നെ ഒരു കാര്യം പറയാൻ ഓർമ്മയത്, ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. സബ്സ്ക്രിപ്ഷനിൽ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് കണ്ട്, ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല. കാരണം ഈ സബ്സ്ക്രിപ്ഷന് എതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറച്ച് ആണുങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അവരിപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴാണോ നിങ്ങൾക്ക് ഇത്ര പ്രോബ്ലം വന്നത്? നിങ്ങൾക്ക് വേറെ ആൾക്കാരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് അവരോടൊന്നും നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലല്ലോ, രേണുസുതിയോട് മാത്രം എന്താ നിങ്ങൾക്ക് ഇത്ര പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറേ ആണുങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് അറിയാമല്ലോ. കുറച്ച് ആണുങ്ങൾ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ അവർക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അവർക്ക് ഡെയിലി ഉള്ള, അതായത് ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് കുറച്ച് പൈസ അവർക്ക് കൊടുത്തിട്ട് അവരുടെ കുറച്ച് വീഡിയോസുകളൊക്കെ കാണുന്നുണ്ടായിരിക്കും. ശരീരഭാഗങ്ങളൊക്കെ കുറച്ചൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവർക്ക് അവരോട് രേണുസുതിയോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷേ സ്ത്രീകളാരും അധികം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടതുമില്ല, കേട്ടതുമില്ല. ഒരു 100 പേര് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 98 പേര് ഇവർക്ക് എഗനസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. 2-3 പേര് കാണും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. എന്തിനാണോ എന്തോ ഇവരിങ്ങനെ നാട്ടുകാരുടെ ഒക്കെ വായിരിക്കുന്നതൊക്കെ കേൾക്കുന്നത്? അവർ ഓരോന്ന് കാണിക്കുന്നുണ്ടല്ലേ നാട്ടുകാർ ഓരോന്ന് പറയുന്നത്. അവർ കാണിക്കാതെ മാന്യമര്യാദയായിട്ടൊക്കെ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ നാട്ടുകാരും ഒന്നും പറയത്തില്ലായിരുന്നല്ലോ, അല്ലേ?
കേരളം ഞെട്ടിപ്പൊട്ടി തെറിക്കും. ഇപ്പോൾ തെറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, കേരളം മൊത്തം ഞെട്ടുവാണല്ലോ. ഇവരുണ്ടല്ലോ ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവർ നെഗറ്റീവ് ഇട്ടാൽ മാത്രമേ ഇവർക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ. ഇവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നത്. ആരെങ്കിലും ഇവരുടെ വ്യൂസ് കുറച്ച് കുറയുക, ഇവർ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇവർ ഇങ്ങനെ എതിരായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞാലുണ്ടല്ലോ, ഇവർ ഒട്ടൻ തന്നെ എന്തെങ്കിലും കൊണ്ടുപോയി നെഗറ്റീവ്. കാരണം ഇവർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കണം. ഇവരെ ഇങ്ങനെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, ഇവരിങ്ങനെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ, അതായത് നമ്മുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ എന്ത് തുറന്നാലും ഇവരെ തന്നെ ഇങ്ങനെ കാണണം. അതിന് വേണ്ടിയിട്ട് ഇവർ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അത് ഈ റിയാക്ഷൻ വീഡിയോക്കാരെ എടുത്ത് വെച്ച് റിയാക്ഷനും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവരിത് ആഗ്രഹിക്കുന്നു, അവർ ഇഷ്ടപ്പെടുന്നു, അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഓരോന്ന് തീരുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ എങ്ങനെയാണ് വരുന്നത്, അവരിട്ട് കൊടുത്തിട്ടല്ലേ വരുന്നത്. അവരുടെ വീട്ടിനകത്തും അവരുടെ ബെഡ്റൂമിനകത്തും എല്ലാ സ്ഥലത്തും ഉണ്ട് ക്യാമറയും കൊണ്ട് ഇപ്പോൾ ഓൺലൈൻ മീഡിയക്കാർ നിൽക്കുവാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എടുക്കാനുള്ള പെർമിഷൻ ഇവർ കൊടുത്തിട്ടല്ലേ ഈ വീഡിയോകളെല്ലാം ഇങ്ങനെ പിന്നെ നമ്മുടെ ഇത് ഓൺലൈനിലൊക്കെ വരുന്നത്, അത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നെഗറ്റീവായാലും അവരുടെ ശരീരഭാഗം കാണിച്ചിട്ടായാലും ശരിയാണ്, അവർക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല എൻഗേജ്ഡ് ആയിട്ട് നിൽക്കണമെന്ന് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നിൽക്കട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അത് അവർ നിൽക്കുന്നതനുസരിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മതിയായില്ലേ? ഇനി നമുക്ക് നാളെ കാണാം.